ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു കിട്ടുന്ന വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉസ്താദിന്റെ സഹവാസം വേണം. തൂലു സമാൻ, ഒരുപാട് കാലം എന്ത് ചെയ്യണം, ഇരിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർസിൽ പോയിരുന്നു, അപ്പോഴേക്കും ആൾ പണ്ഡിതനായിട്ടാണ് വരണം, അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ഏതെങ്കിലും ഒരു കിതാബ് ഓതുമ്പോഴേക്കും ലോകത്തെ മൊത്തം ഇൽമു ഒന്നും കിട്ടൂല. ഒരുപാട് കാലം അധ്വാനിക്കേണ്ടി വരുന്നതാണ്. കാലങ്ങളോളം അധ്വാനിക്കുമ്പോഴാണ് ഇൽമു കിട്ടുക. ഒരുപാട് കാലം നമ്മൾ അതിനു വേണ്ടി നമ്മൾ സമയം ഇൽമിന് കൊടുത്താൽ ഇൽമു നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. നമ്മൾ തിരക്കിനടി പോയി നോക്കിയാലൊന്നും കിട്ടൂല എന്നാ, അതൊക്കെ പെട്ടെന്ന് മറന്നുപോകും. സുഹ്ബത്ത് ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ കൂടെ നടക്കണം. തൂലു സമാനിൻ, ഒരുപാട് കാലവും. ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ, എൻ്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ ഒരിക്കലും കഴിയില്ല മൂസ നബിയെ. കാരണം നിങ്ങളുടെ ഇൽമു ശരീഅയാണ്, ശരീഅത്തിന്റെ ഇൽമാണ്. എൻ്റെ ഇൽമു മറ്റൊന്നാണ്. എൻ്റെ ഇൽമു ഹഖീഖത്തിന്റെ ഇൽമാണ്. നിങ്ങൾ അസ്ബാബ് കൊണ്ടാണ് നോക്കുന്നത്, ഞാൻ ഗൈബിയായ വിഷയത്തിലൂടെയാണ് വിഷയം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പോയിട്ട് കാര്യമില്ല. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, വകൈഫ തസ്ബിറു, മൂസ നബിയോട് ഖിദർ നബി, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ, നിങ്ങൾക്ക് വിവരമില്ലാത്തൊരു വിഷയം നിങ്ങൾ എങ്ങനെയാ ക്ഷമിക്കുക? നമുക്ക് കാര്യം മനസ്സിലാവാതിരുന്നാൽ ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് ഖിദർ നബി അലൈഹിസ്സലാം. അപ്പോൾ ഒരു ജീവൻ എടുക്കേ, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയെ നിങ്ങൾ അങ്ങനെ കൊന്നോ? അപ്പൊ എന്തിനത് ചെയ്തു എന്നറിയാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ആരാണെങ്കിലും ക്ഷമിക്കാൻ കഴിയൂല, നമ്മളതിന് റിയാക്ട് ചെയ്തു പോകും. പക്ഷെ ഖിദർ നബി അലൈഹി സ്വലാം ചെയ്തതിന് കാരണമുണ്ട്, ആ കാരണം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ഖിദർ നബി, മൂസ അലൈഹിസ്സലാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആലയുടെ മശീഅത്തുണ്ടെങ്കിൽ, അല്ലാഹ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമിച്ചു വരാം. വലാ അഅസു ലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യൂല. വലാ അഅസു ലക അംറ. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ മഅരിഫത്തിന് കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കണ്യാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്, മരിച്ചുപോയി. പെരിന്തൽമണ്ണ ഭാഗത്താണ്. മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാനെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കേണ്ടവരാണ്. അപ്പോ ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാണ്, മത്സ്യം കിട്ടുന്നില്ല, ഞാൻ എൻ്റെ തോണി എടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല. കച്ചവടക്കാർ കച്ചവടമില്ല എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. പറഞ്ഞു, നാളെ രാവിലെ നീ തൂണെടുത്ത് പോയിക്കോ, നിനക്കൊരുപാട്, നീ കുറച്ചങ്ങനെ ആഴക്കടലിലേക്ക് എത്തുമ്പോൾ നിനക്കൊരുപാട് മത്സ്യം കിട്ടും, നല്ല മത്സ്യം കിട്ടും, നീ വല കൊണ്ട് പിടിച്ചോ. പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിൻ്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും. അതിനെ നീ ഒന്നും ചെയ്യരുത്, അതിനൊന്നും ചെയ്യരുത്, ബാക്കിയുള്ള മത്സ്യമൊക്കെ നീ പിടിച്ചു പോര്. 1.5 ലക്ഷം അദ്ദേഹത്തിന് കടമുണ്ടെന്ന്, കടക്ക വീട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പിറ്റേന്ന് പോവാണ്. മൗല അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ ചില വാക്ക് കിട്ടി അങ്ങനെയാണല്ലോ. അങ്ങനെ പോകുന്നു, കടലിലെത്തുന്നു, ഭയങ്കര റാഹത്ത്, ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന്. വല വീശുന്നത് മൊത്തം നിറയെ മത്സ്യം. അപ്പോഴാണ് വലിയൊരു മത്സ്യം അടുത്തുകൂടെ അങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി. മൗല പറഞ്ഞിട്ടുണ്ട്, ആ മത്സ്യത്തെ ഒന്നും തുടരുത്, അതിനൊന്നും ചെയ്യരുത്. ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി, വലിയ മീനെ കിട്ടാൻ. വല അങ്ങ് പൊട്ടിപ്പോയി. അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ മത്സ്യത്തെ അടി അടിച്ചു, നല്ലൊരു അടി അടിച്ചു. അങ്ങനെയെങ്കിലും ഇതിനെ കിട്ടട്ടെ, എന്തോ ചെയ്തിട്ടായിരിക്കും. മത്സ്യം കിട്ടിയില്ല. അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിൻ്റെ കട അന്ന് വീടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ വിഷയം സന്തോഷം പറയണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ വേണ്ടി മഹാനായ മൗലയുടെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ മൗല ദൂരത്തിനെ കണ്ടപ്പോഴേ, മത്സ്യം കുറെ കിട്ടിയല്ലേ? ആ കിട്ടി. വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത്, എന്തടിയാണെങ്കിൽ മെല്ലടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നോക്കുമ്പോൾ ഈ കാലിൻ്റെ കണങ്കാലിൻ്റെ മസിലിൽ അടികൊണ്ടതിൻ്റെ അടയാളമുണ്ട്. നീ എന്തടിയാടോ എന്നല്ല അടിച്ചത്? ആ അടിയുടെ അടയാളം മത്സ്യത്തിൻ്റെ പുറത്തുള്ളത് മഹാനായ മൗലയുടെ കാലിൽ കാണിച്ചു കൊടുക്കുകയാണ്.
ഇതുപോലെ ഈ ഹഖീഖത്തിൻ്റെ ലോകം വലിയ അത്ഭുതമുള്ള ലോകമാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും, എന്താണിത്, അങ്ങനെ കണ്ടോ? പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ലോകം. ആ ഒരു ലോകം അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഖുർആനിലെ ഖിദർ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഗം. പലതും നമ്മൾ കണ്ണുകൾക്ക് നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ വിഷയം അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചുകൂടാം, ഞാനൊന്നും ചെയ്യൂല. വല അസ്വിലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യുകയില്ല എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. ഖാല ഫഇൻ ഇത്തബഅതനി, എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിഥ ലക മിൻഹു ദിക്റാ, എൻ്റെ കൂടെ കൂടിയാൽ ഓരോ വിഷയവും ഞാൻ ചെയ്യും, അതൊന്നും എന്നോട് ചോദിക്കരുത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത്. ഞാനായിട്ട് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാനായിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞു തരും. അത് പറഞ്ഞു തരും വരെ എന്നോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കരുത്. ഫൻതലഖ, രണ്ടുപേരും പോവുകയാണ്. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീന, അവിടെ ഒരു കപ്പൽ വരുന്നു. അപ്പൊ അഖബയുടെ ഈ ശർമ ഷെയ്ഖിന്റെ ഭാഗത്ത് ഈ കപ്പലടിയുന്ന നങ്കൂരമിടാൻ സാധ്യതയുള്ള ഭാഗം ആലിമീങ്ങൾ ഗവേഷണങ്ങൾ വിധേയമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈജിപ്തിൽ നിന്ന് പോകുന്ന കപ്പലുകളാണത്. ഈജിപ്തിൽ നിന്ന് ഖൈറോയിലിന്റെ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകൾ ജോർഡാനിലേക്ക്, അഖബയിലേക്ക്, പെട്രയിലെ ഭാഗങ്ങളിലേക്ക്, ഇങ്ങനെ ജസീറത്തുൽ അറബിലേക്കൊക്കെ പോകേണ്ട സാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് ഗോതമ്പ് കയറ്റി പോകുന്ന കപ്പലുകളൊക്കെ അഖബ വഴി ടച്ച് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ ആ ഒരു കപ്പലായിരിക്കണം. അല്ലാഹു ആലം കപ്പൽ സഞ്ചാരത്തിന്റെ സാധ്യത പുരാതന ഈജിപ്ഷ്യൻ ചരിത്രവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ന് ഇവിടെ നിന്ന് 3200 കൊല്ലം എന്നാണ് ഏകദേശ കണക്ക് പറഞ്ഞത്. ഈ സംഭവം നടന്നത് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് 3200 കൊല്ലം, അതായത് ഈസ നബി അലൈഹിസ്സലാമിന്റെയും 1200 കൊല്ലം. അപ്പോ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ആ കപ്പലിലേക്ക് കടക്കുകയാണ്. മോൾ ആരാ നോക്കുന്നത്? തോരിക്കിന്റെ മോളാണോ? ആണോ? മോളങ്ങോട്ട് ചൊല്ലി. അപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദർ നബിയും കപ്പൽ കയറാൻ നിൽക്കുമ്പോൾ, കപ്പൽ അങ്ങനെ ലെവലായി നിൽക്കുമ്പോൾ ഒരു പക്ഷി വന്നിട്ട് ആ കടലിൽ നിന്ന് ഇച്ചിരി വെള്ളം കൊത്തിയിട്ട് ആ കപ്പലിന്റെ മൂലയിൽ വന്നിരിക്കുകയാണ്. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ നബി ആ പക്ഷിയെ കണ്ടോ? ആ കണ്ടു. ലാ യുസാവി ഇൽമി വ ഇൽമുക ഇൻദല്ലാഹ്, എന്റെയും നിങ്ങളുടെയും ഇൽമ്, ലോകത്തുള്ള എല്ലാ ഇൽമും അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്തി നോക്കിയാൽ മൂസ നബിയെ ഈ പക്ഷിയുടെ ചുണ്ടിൽ, ഈ പാരാവാരമെന്ന ഈ സമുദ്രത്തിന്റെ വെള്ളത്തിൽ ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളത്തിന്റെ അംശം എത്രയാണോ, നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൽമു പഠിക്കാൻ ഇറങ്ങിയാലും നമുക്ക് കിട്ടുന്നത് ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളം എത്രയോ അത്രയേ നമുക്ക് വിവരം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഇൽമു ഇനിയും ബാക്കിയാണ്. ഇൽമു അള്ളാഹുവിലേക്കാണ് നമ്മൾ ചേർന്നത്. എല്ലാ വിഷയത്തിൻ്റെയും ഇൽമു അള്ളാഹുവിൻ്റെ അരികത്താണ്. നമുക്കൊന്നും കിട്ടുന്നില്ല. ഏതൊരു വിഷയം എന്ത് നമ്മൾ പഠിച്ചാലും, ഇപ്പോൾ ഇന്നൊക്കെ ഓരോ ഏരിയകളും സെപ്പറേറ്റ് പഠിക്കുകയാണ്. മുമ്പൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മതി. ഇന്നതല്ല, ഓരോ കണ്ണിന് മാത്രം. മുമ്പൊക്കെ ഒരു ENT എന്നേ പറയുള്ളൂ. ഇന്ന് തൊണ്ടക്ക് മാത്രമായിട്ട്, കണ്ണിന് മാത്രം, ചെവിക്ക് മാത്രം, ഹാർട്ടിന് മാത്രം, ജോയിന്റുകൾക്ക് മാത്രം, ലിവറിന് മാത്രം, എല്ലാം എക്സ്പെർട്ടീസ്. കാരണം അത്രയും കൂടുതൽ പഠനങ്ങൾ ഓരോ വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ആർട്ടാണെങ്കിലും സയൻസ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എന്താണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഓരോന്നിനും ശാഖയും അതിന് ശാഖയും ഉപശാഖകളും ഒക്കെ, അത്രയും വിജ്ഞാനത്തിൻ്റെ ആ ഒരു സർക്കിൾ വികസിച്ചു വരുന്നൊരു ലോകം നമുക്കിന്ന് കാണാൻ കഴിയും. എല്ലാം സൈക്കോളജി ആണെങ്കിൽ തന്നെ എത്ര അതിൻ്റെ ഡിവിഷനും സബ് ഡിവിഷനും കഴിഞ്ഞിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. അത്രയും കൂടുതൽ വിജ്ഞാനം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഏതൊന്നിൻ്റെയും അതിൻ്റെയൊക്കെ എക്സ്പേർട്ടുകളായ ആളുകൾ അതിൻ്റെ വിഷയം പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇത്രയൊക്കെ ഉണ്ടോ? ഇത്രയും വലുതാണോ ഈ വിജ്ഞാനത്തിൻ്റെ ലോകം? അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് നോക്കും. ഇതൊക്കെ ഭൗതികമായ ഇൽമാണ്. ഇൽമുൽ ആഖിറയും പരലോകത്തേക്ക് ബന്ധപ്പെട്ട നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ അപ്പുറത്തേക്കാണ്. അപ്പോൾ പറഞ്ഞു, മുസ്ലിം യാത്രയുടെ ആരംഭമാണ്. ചെറിയൊരു സൂചന കൊടുത്തു. പിന്നെ ഇൽമു പഠിക്കാൻ കൂടെ കൂടാണല്ലേ, ഞാൻ നിങ്ങളും ജീവിതകാലം മുഴുവൻ ഇൽമു പഠിച്ചാലും
ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന ഇച്ചിരി വെള്ളല്ലേ ഉണ്ടാവുള്ളൂ, അത്രയേ നമ്മളെ കൊണ്ട് കിട്ടുള്ളൂ. ആ കടൽ ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസിനകത്ത് പോലും കിട്ടൂല. അത്രയും കുറച്ചേ നമ്മൾ തമ്മിൽ ഇൽമുള്ളൂ. നമുക്ക് കിട്ടുന്ന നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഇൽമു നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കേ. സ്വല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. ഇതിനു മുമ്പ് ഒന്ന് രണ്ടായത്തുകൾ ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമാ, അവർ രണ്ടുപേരും ആ കടലുകളുടെ സംഗമസ്ഥാനത്തെത്തിയപ്പോ നസിയ ഹുതഹുമാ, അവരുടെ മത്സ്യത്തെക്കുറിച്ച് അവർ മറന്നുപോയി. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. സറബ് എന്ന് പറഞ്ഞാൽ തുരീഖ്. ആ മത്സ്യങ്ങൾ കടലിൽ ഒരു വഴിയുണ്ടാക്കി കടന്നുപോയി. അല്ലാഹു തആലക്ക് ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാൻ കഴിയും എന്ന ഒരു മഹാത്ഭുതവും ഇവിടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ കപ്പൽ കയറി, ആദ്യത്തെ സംഭവം കപ്പൽ കയറി പോവാണ്. കപ്പൽ കയറുമ്പോൾ ഖിദർ നബി കണ്ടപ്പോഴേ കപ്പലുകാർ ഹാദ റജുലു സ്വാലിഹ്, ഇതാ നല്ല സ്വാലിഹായ മനുഷ്യനല്ലേ. അതേടാ അതെ, അങ്ങനെ കൂട്ടുകാർ തമ്മിൽ പറയല്ലോ, കയറിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണ്ട, ടിക്കറ്റ് വാങ്ങിക്കണ്ട, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഖിദർ നബിയുടെ കൂടെ ഒരാളുണ്ട്, മൂസ നബി അലൈഹി സ്വലാം. യൂഷഅ ബിൻ നൂൻ എന്നവരെ കൂടിയിട്ടില്ല. യൂഷഅ ബിൻ അവിടെ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു. യൂഷഅ ബിൻ നൂനില്ല, മൂസ നബി ഖിദർ രണ്ടുപേരും കൂട്ടുകാരനല്ലേ, ആയിക്കോട്ടെ രണ്ടുപേരും പോരെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പൈസ ഒന്നും വേണ്ട. എവിടേക്കാ പോകേണ്ടത്? ഖിദർ നബി പറഞ്ഞു, ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, എന്നാൽ കയറിക്കോളൂ. അങ്ങനെ അവർ കയറിയിരിക്കുകയാണ്. ഹത്താ ഇദാ റകിബ ഫി സഫീന, കപ്പലിൽ അവർ കയറിയപ്പോ ഖറഖഹ, ഖിദർ നബി അലൈഹി സ്വലാം ആ കപ്പലിന്റെ പലക എന്തോ ഒരു മഴ പോലെ സാധനം കൊണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് വേറൊരു പീസ് അവിടെ വെച്ചു. ആ കപ്പൽ കേടുവരുത്തി. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അഖറഖ്തഹ, നിങ്ങളത് പൊട്ടിച്ചോ? ലിതുഗ്രിഖ അഹ്ലഹ, അങ്ങനെ ഒരു പലക അടർത്തിയെടുത്ത വെള്ളം കയറി ഇതിന്റെ ഉള്ളിലുള്ള മുഴുവൻ ആളും മരിക്കൂലേ, വെള്ളത്തിൽ മുങ്ങൂലേ? ലഖദ് ജിഅത ശൈഅൻ ഇംറ, അത് മോശമായി കേട്ടോ. എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരു ബസ്സിൽ ഫ്രീ ടിക്കറ്റ് എടുത്ത് തന്നു, പോണ പോകിൽ സീറ്റ് വെച്ചു കൊണ്ടായ, ഉദാഹരണം പറയാം. അപ്പൊ ഈ കപ്പലിൽ നമുക്ക് വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ച് ഈ കപ്പലുകൾ കേടുവരുത്തുകയാണോ? ഇമ്ര, അത് മോശമായി കേട്ടോ. പക്ഷെ ആദ്യം പറഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല, അത് മൂസ നബി അലൈഹി സ്വലാം മറന്നുപോയി. അപ്പൊ ഖിദർ നബിന്റെ മറുപടി, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇതേപോലെ വാക്ക് വരുന്നുണ്ട്, ആ ആയത്ത് വരുന്നുണ്ട്. എങ്ങനെ? അവിടെ ഖാല അലം അഖുൽ ലക എന്ന ലക നേരെ വരും. ആദ്യത്തെ ആയത്തിൽ അതില്ല. ഓതുമ്പോൾ വസ്വാസായിട്ട് പിഴക്കുന്നത് ഏത് മുബീന യാസീനൊക്കെ ഓതുമ്പോൾ അങ്ങനെ പിഴക്കൂലേ? ആദ്യത്തിൽ ലക എന്നുണ്ടാവില്ല, അടുത്ത വരുന്നതിലാണ് ലക. അലം അഖുൽ ലക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നാണ്. അത് താക്കീതാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഖാല അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇന്നക ലൻ തസ്തതിഅ മഅയ, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൂസ നബിയെ? ഖാല ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ശിക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ എന്നെ പിരിച്ചുവിടരുത്, എനിക്ക് ഒന്നുകൂടെ നിങ്ങളെ കൂടെ കൂടണം. ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയത് കൊണ്ട് എന്നെ ശിക്ഷിക്കരുതേ. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, എന്റെ ഈ കാര്യം പ്രയാസപ്പെടുത്തരുത് കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര ദൂരം നടന്നിട്ടാ വരുന്നത് ഖിദർ നബിയെ കാണാൻ. ഇപ്പൊ തന്നെ പിരിച്ചുവിട്ട, ദർശനം പിരിച്ചുവിട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്നെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. മറന്നുപോയി, പ്ലീസ്, മറന്നതാണ്. ആട്ടെ, ഖിദർ നബി ഒന്നും പറഞ്ഞില്ല. എന്നാ ഫൻസലഖ, എന്നാ വാ പോവാ, കപ്പലൊക്കെ ഇറങ്ങിയവര് പോവാണ്. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ, അപ്പൊ കപ്പൽ എന്തുകൊണ്ട് പൊട്ടിച്ചു എന്ന് കാരണം എപ്പോഴും പറഞ്ഞിട്ടില്ല. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല, അവര് പോകുമ്പോ ഒരു ഗുലാമിനെ കണ്ടു. ഗുലാം എന്ന് പറഞ്ഞാൽ ശരിക്കും മീശൊക്കെ മുളച്ചു വരുന്ന പ്രായമുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയാം. ആ ഒരു ടീനേജിലേക്ക് കടക്കുന്ന പ്രായം. കുട്ടികൾ, ഒരു കൂട്ടം കുട്ടികൾ കളിക്കുന്നു. അതിൽ സുമുഖനായ നല്ലൊരു കുട്ടി ഇവിടെ വാന്ന് പറഞ്ഞു വിളിച്ചു. ആ കുഞ്ഞിനെ ചോക്ക് ചെയ്തിട്ട് കൊന്നു മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം.
ഇതങ്ങ് കണ്ടപ്പോൾ മൂസ നബിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ. ഖാല അഖതൽത നഫ്സൻ സകിയതൻ, നിരപരാധിയായൊരു കുട്ടിയെ നിങ്ങൾ കൊന്നോ? ബിഗൈരി നഫ്സിൻ, ആ കുട്ടി ആരും കൊന്നിട്ടില്ലല്ലോ, അതിന് പകരം ഖിസാസ് പോലും അല്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊല്ലേ? ലഖദ് ജിഅത ശൈഅൻ നുക്റാ. ആദ്യം പറഞ്ഞ് ഇമ്ര, മോശമായി. നുക്റ, വളരെ മോശമായി കേട്ടോ, ഇത് വളരെ മോശമായി നിങ്ങൾ ചെയ്തത്. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ചില ജീവിത രീതികളൊക്കെ കാണുമ്പോൾ ഇതുപോലൊക്കെ തോന്നും നമുക്ക്. പെട്ടെന്ന് ഇങ്ങനെ എന്താ അങ്ങനെ എന്നൊക്കെ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചില തോന്നൽ വരുന്നതാണ്. അങ്ങനെ തോന്നിക്കൂടാ. അവർ സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. അവരങ്ങനെ പലതും ചെയ്തേക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട? നമുക്കറിയാത്ത വിഷയങ്ങൾ ഇടപെടണ്ട. അതാണ് അതിൻ്റെ ഏറ്റവും ഖൈർ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുടെ വാക്ക് മതിയാവും, ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും. അല്ലാഹ് നമ്മുടെ കാസർഗോഡ് സയ്യിദന്മാരിലൊരു കുമ്പോൽ തങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളുണ്ട്. കുഞ്ഞിക്കോയ തങ്ങളൊക്കെ ദുബൈക്ക് വരിക എന്ന് പറഞ്ഞാൽ മൊത്തം തങ്ങൾ ആരെയും അറിയിക്കില്ല. അറിയിച്ചാൽ പിന്നെ തങ്ങളുടെ അടുത്തുള്ള വരവിൻ്റെ ക്യൂ കണ്ടാങ്ങൾക്ക് മനസ്സിലാവും, അത്ഭുതപ്പെട്ടു. പാണക്കാട് പൂക്കോയ തങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇപ്പോഴും പാണക്കാടൊക്കെ പോകുന്ന പോലെ നമ്മുടെ മലബാർ അങ്ങ് അറ്റത്തേക്കൊക്കെ പോകുമ്പോൾ കുമ്പോൽ തങ്ങളാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അവരുടെ ജ്യേഷ്ഠനാണ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ. ഇവിടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒക്കെ ആളായിട്ട് പോകുന്ന തങ്ങളുണ്ട്, ആറ്റക്കോയ തങ്ങൾ, കുമ്പോൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ. അവരനുജനാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. തങ്ങളുടെ അനുജനുണ്ട്, ജാഫർ തങ്ങളുണ്ട്. ഈ കുഞ്ഞിക്കോയ തങ്ങൾ വലിയൊരു മഹാനാണ്, ജീവിച്ചിരിപ്പുള്ള, വലിയ വാക്കുകൾക്ക് അഥറുള്ള വലിയ മഹാനാണ്. സീതാറാം ഷെഡ്ഡിയോ അല്ലേ, എന്താ ശാന്താറാം ഷെഡ്ഡി അല്ലേ? അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ്, നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ തങ്ങൾ അവരുടെ അടുത്ത് കൊട്ടെടുത്തിട്ട് പൊയ്ക്കോന്ന്, മാറിക്കണ്, കുഴപ്പമൊന്നുമില്ല നോക്കും. അയാളെപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. അത് പോയിട്ടുണ്ട്, ഒരടി കൊടുത്തതാ, പൊയ്ക്കോ മാറിയെന്ന്. അപ്പം അങ്ങനെ വലിയ 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 മഹാനാണ്. പ്രായം കൊണ്ട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ അപ്പം തങ്ങളുടെ ഉപ്പ മരിച്ച സമയത്ത് മഹാനായ ഷംസുൽ ഉലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഷംസുൽ ഉലമ എപ്പോഴും ഇടക്കിടക്ക് വഴിക്ക് പോകുമ്പോൾ അവിടെ കയറുന്ന. അപ്പം അന്നൊക്കെ കുഞ്ഞിക്കോയ തങ്ങൾ ചെറിയ തങ്ങളാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഷംസുൽ ഉലമ തങ്ങളെ കൈ പിടിച്ചിട്ടാണ് പോവുക. അപ്പോൾ തങ്ങൾ നേരിട്ട് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. തങ്ങൾ പറയാം, വാപ്പ മരിച്ചപ്പോൾ ഷംസുൽ ഉലമ പട്ടിക്കാടാണ്. അപ്പോൾ വാപ്പാക്ക് ആഗ്രഹമുണ്ട് ഷംസുൽ ഉലമയോട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉപ്പ അവിടെ മക്കാമുണ്ട് കുമ്പൂരിൽ, അവിടെ മറവി ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാപ്പ പറഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഷംസുൽ ഉലമ അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംസുൽ ഉലമ 3 ദിവസം മുമ്പ് കണ്ടുപോയിട്ടുള്ളൂ. ആ 3-ാം ദിവസമാണ് തങ്ങൾ വഫാത്താവുന്നത്. ഷംസുൽ ഉലമയ്ക്ക് എന്തായാലും വരണമെന്ന് നിർബന്ധമായി. ജനാസ നിസ്കാരത്തിന് ഷംസുൽ ഉലമ വരണമെന്ന് കുഞ്ഞിക്കോയ തങ്ങൾക്കും ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറച്ച് വേറെ കുറേ ആൾക്കാരുണ്ടാവില്ല, വേണോ ഷംസുൽ ഉലമനെ കാത്തിക്കണം, നമുക്ക് നിസ്കരിച്ചാൽ പോരാ, സമയം കുറേ വൈകിയില്ലേ, അന്ന് അംബാസഡർ കാറിനെ കൊണ്ട് മലപ്പുറത്ത് നിന്ന് വരണം. കാസർഗോഡ് കുമ്പളയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കുമ്പോൽ എന്ന് പറഞ്ഞത്, കുമ്പളപ്പാലം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത്രയും ദൂരം എത്തുമ്പോഴേക്കും വൈകുന്നേരം ആവൂലേ, ഒക്കെ പുറപ്പെട്ട് പഴയ റോഡും അല്ലേ. അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ, അപ്പോൾ ഷംസുൽ ഉലമക്ക് ഫോൺ ചെയ്തു, തങ്ങൾ എത്തുമോ, ഷംസുൽ ഉലമ എവിടെയുള്ളത്, എത്തുമോ, ഞങ്ങൾ ജനാസ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഉപ്പാൻ്റെ മയ്യത്തും വെച്ച് കാത്തിരിക്കുകയാണ്, ഷംസുൽ ഉലമ എത്തുമോ? ഷംസുൽ ഉലമ പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ വാപ്പ അള്ളാൻ്റെ വലിയാണെങ്കിൽ ഞാൻ ആ നിസ്കാരത്തിന് എത്തുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വാപ്പ അള്ളാൻ്റെ വലിയാണെങ്കിൽ ആ നിസ്കാരത്തിന് ഞാൻ എത്തും. എന്നാലും മനുഷ്യന്മാർ പല നിലക്കുകളിലും, എന്നാലും ഇപ്പം നേരെ എത്ര ആയില്ലേ, എന്നാൽ പിന്നെ നിസ്കരിക്കല്ലേ, നേരെ 4 മണിയായി, വൈകുന്നേരം 4 മണിയായി, എന്നാൽ പിന്നെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ ഇമാമ് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഷംസുൽ ഉലമൻ്റെ കാറ് പള്ളിയുടെ മുമ്പിലേക്ക് എത്തുന്നു. മഹാനവറുകൾ ഇറങ്ങുന്നു. മഹാനവറുകൾ തന്നെയാണ് ആ ജനാസയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് തങ്ങൾ തന്നെ അത്ഭുതം പറയാണ്. അങ്ങനെ ഷംസുൽ ഉലമ പെട്ടെന്ന് എത്താണ്ട് നേരല്ല, കാരണം അന്നത്തെ യാത്രയും ദൂരമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു പരിചയിക്കുന്ന ആളുകൾ, നമ്മൾ കാണുന്ന ആളുകളാണ് ഇതൊക്കെ. എത്രയോ ആളുകൾ കുമ്പോൾ തങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വലിയ പറഞ്ഞു കിട്ടിയപ്പോൾ നമ്മുടെ തങ്ങളെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. തങ്ങളുടെ നാടുമായൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകൾ. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ചില വലിയ വലിയ ബഹുമതികളാണ്. അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ പറ്റൂല. ഇപ്പോൾ എനിക്ക് വേറെ പറയുമ്പോൾ ശബ്ദം
പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോയിട്ട് ശബ്ദം തീരെ ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ ഷംസൊക്കെ ഇടയ്ക്ക് വർത്താൻ പറഞ്ഞ പോലെ ശരിക്ക് കാറ്റ് മാത്രം വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ വേറെ പറഞ്ഞ നാട്ടിൽ പല കാരണങ്ങളാവാം, മൈക്കും കാലാവസ്ഥയൊക്കെ ആവാം. അപ്പോൾ മഹാനായ തങ്ങളവറുകൾ കഴിഞ്ഞ വർഷമല്ല, എല്ലാ വർഷവും തങ്ങളുപ്പാൻ്റെ ഈ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്, തങ്ങൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ തൊണ്ടയിൽ കൈ പിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ സ്റ്റേജുമ്മ കയറിയാൽ മതി, അവിടെ ആൾ വരും, ഒച്ചൊന്നും പോവില്ല, ഒച്ച വരും അങ്ങനെ പറയാം. ആ പറഞ്ഞ ശേഷം ഇപ്പോൾ 2 കൊല്ലമായി. ഇപ്പോൾ കഴിഞ്ഞിപ്പോൾ ഈ ലീവിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 4-5 ആഴ്ച ഇവിടെ ഉണ്ടായില്ലല്ലോ. 21 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമായി. 21 ദിവസവും ഒരു രാത്രി പോലും ഒഴിവില്ലാതെ, ചിലത് ഗുളിക കൊടുക്കണ പോലെ ഉച്ചക്കും വൈകിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും അൽഹംദുലില്ലാ ഒച്ച വരെ പോയിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അപ്പോൾ ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. അത് മാറി എന്ന് പറഞ്ഞാൽ മാറി, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പടച്ചോനെ. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഗൈബിയായ ലോകം അവർക്ക് അറിയാൻ പറ്റും. എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോ, 2 പേരും ജപ്പാനിലേക്കൊരു വിസ കിട്ടി പോവാണ്. അപ്പോൾ തങ്ങൾ പോയിട്ട് കാണുകയാണ്. ചിലരൊന്നും കാണാൻ പോകില്ല, തങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പാടില്ല. അപ്പോൾ കാഞ്ഞങ്ങാടിൽ എൻ്റെ സുഹൃത്തുണ്ട്, കാഞ്ഞങ്ങാടനുള്ള അവൻ്റെ സുഹൃത്ത് 2 പേരും ജപ്പാനിലേക്ക് റെഡി, ടിക്കറ്റൊക്കെ എടുത്ത് 1.5 ലക്ഷം കാലം ചിലവഴിച്ചിട്ട് പോവാണ്. ടിക്കറ്റിന് തന്നെ എത്ര വില വന്നു എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു നീ പോണ്ട. അപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാനും പോകത്ത്, നീയും പോണ്ടെന്ന് പറഞ്ഞു. 2 പോണ്ടെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ഞാൻ പോകണില്ല. തങ്ങൾ പറഞ്ഞു പോണ്ട, ഞാൻ പോകണില്ല. മറ്റവൻ പറഞ്ഞു വിസ റെഡിയാണ്, അവിടെ സംഗതി റെഡിയാണ്, ജോലി റെഡിയാണ്, ഒരു പ്രശ്നമില്ല, ഞാൻ പോട്ടെ. ഏതാണ് ടിക്കറ്റ് എടുത്തില്ലേ? ഒരു കാരണമില്ല, അവിടെ ലാൻഡ് ചെയ്ത് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള പിടിച്ചിട്ട് കയറ്റി വിട്ടു. അവൻ ഒരു കാരണമല്ല, ഒരു ക്രിമിനൽ തെറ്റ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഒഫൻസ് ചെയ്തോ ഒന്നുമല്ല, കാരണം ഇപ്പോഴും മനസ്സിലായില്ല എന്നാ. അവനോട് പിടിച്ചൊക്കെ പോലീസ് അപ്പോഴേക്കപ്പോഴേ അന്ന് കയറ്റി വിട്ടു. അവൻ പറഞ്ഞു എൻ്റെ 2 ലക്ഷം പോയി, എന്നോട് അപ്പോഴേ പറഞ്ഞിട്ടില്ലേ താങ്കൾ പാപ്പ പോകണ്ടെന്ന് പറഞ്ഞ് എന്തിനാ പോയത്? ഒരുപാട് എത്രയോ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ, വേറൊന്നും നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചില മഹാന്മാരൊക്കെ വളരെ എണ്ണപ്പെട്ട ആളുകളെ ഉള്ളൂ, ഒക്കെ നാട്ടിലുണ്ട്. എല്ലാ കാലത്തും സജ്ജനങ്ങളായ ആളുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂല. അവരൊക്കെ ഇതിനുള്ളിലൂടെ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. കാരണം എത്രയോ രോഗികൾക്ക് ആശ്വാസമാണ്, എത്രയോ ആളുകൾക്ക് ഖൈറാണ്. ചെറിയ മക്കൾക്കൊക്കെ വലിയ അസുഖമായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പോയിക്കോ, മാറി പോയി, അല്ല ഇന്ന ഡോക്ടറെ പോയി കണ്ടോ, തങ്ങൾ അങ്ങനെ പറയും. ഡോക്ടറെ പോയി കാണാൻ വേണ്ടി പറയും. തങ്ങൾ ഇന്ന ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടോ എന്ന് പറയും. അവിടെ പോയി കണ്ടാൽ അൽഹംദുലില്ലാ അള്ളാഹു അതിന് പരിഹാരം കൊടുക്കുകയാണ്. എറണാകുളത്തു നിന്നൊരു ടീം, അവരുടെ ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം, അവരുടെ ഒരു മോൻ മിസ്സായി പോയിട്ട് കാസർഗോഡ് വന്ന് അന്വേഷിച്ചിട്ട് അവർ ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് റൂം എടുത്തിട്ട് അവർ താമസിക്കും. ഒരു ഫാമിലി മോനെ കിട്ടിയിട്ടില്ല, 10-20 ദിവസമായിട്ട് മിസ്സിങ് ആണ്. അങ്ങനെ ആരോ പറഞ്ഞു, കാസർഗോഡ് എത്തിയപ്പോൾ തങ്ങൾ പാപ്പുണ്ടെന്ന് പോയി നോക്കി. ജാതിയും മതമൊന്നും നോക്കാതെ ആൾക്കാരവിടെ വരും, തങ്ങളടുത്ത് വരും, വർത്തമാനം പറഞ്ഞു കിട്ടാനാ പണി നമ്മുടെ. അപ്പോൾ തങ്ങളെ കണ്ടു കിട്ടാനുള്ള പ്രയാസമേ ഉള്ളൂ. പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, മോനിപ്പോൾ ഫോൺ ചെയ്യും, പോയിക്കോളി, നിങ്ങൾക്ക് വിളിക്കും, മോൻ വീട്ടിലെത്തിയിട്ടില്ല, വിളിച്ചു നോക്കും, മോൻ വീട്ടിലെത്തിയെന്ന്. അങ്ങനെ അവർ കാസർഗോഡ് എത്തിയിട്ടില്ല തങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് മോൻ വീട്ടിലെത്തിയ. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ശേഷം ഒരുപാട് പിന്നെ അവർ വന്ന് തങ്ങളെ കണ്ടിട്ടേ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയും. അള്ളാഹു ചില ആളുകൾക്ക് ഗൈബിയായ ഒരു ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഔലിയാഇൻ്റെ ലോകം, അംബിയാഇൻ്റെ ലോകം അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലൂടെ തന്നെ അവർ ജീവിക്കുന്നു, നമ്മൾ കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു തആല അത്തരം മഹാന്മാർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഇസ്സത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ മഹാന്മാരാണ്. പറ്റുന്നവരൊക്കെ പോയി കാണാം, ഒരു സലാമെങ്കിലും പറഞ്ഞു പോരാ. എന്തെങ്കിലും കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയൊരു തലയിൽ കിട്ടും, പച്ചക്കുപ്പായോ അങ്ങനെയൊന്നുമില്ല. തങ്ങൾ ഒരു ടവലോ ഒരു കുപ്പായം തുണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അവരൊക്കെ നമുക്ക് കാണാനും അവരൊക്കെ ദുആയിലൊക്കെ കൂടാനൊക്കെ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങളെ അനുജനാണ് സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റ. ആ കുഞ്ഞിനെ കൊന്നു. അപ്പോൾ പറഞ്ഞു, നിരപരാധിയായ കുട്ടിയെ കൊന്നല്ലോ, ലഖദ് ജിഅത ശൈഅൻ നുക്റ, വളരെ മോശമായല്ലോ
ഖദർ നബി ഞങ്ങൾ ചെയ്തത് കുട്ടിയെ കൊല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ? വലിയ വലിയ ഇൽമുള്ള മഹാനാണെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ കൊല്ലുകയാണോ ചോദിച്ചു. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ഞങ്ങൾ തങ്ങളുടെ ഒരു വഅലിന് പോയിട്ടേ, ഞങ്ങളുടെ നാട്ടിലെ വഅല് കഴിഞ്ഞ് ഇതേപോലെ, ഇപ്പം ഇന്നലെ രാത്രി നാട്ടിലായിരുന്നു, അതുപോലെ വഅല് കഴിഞ്ഞ് സുബൈക്ക് 4:30 മണിക്കുള്ള ഫ്ലൈറ്റിന് പോരാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോരാ. അപ്പോൾ കോഴിക്കോട് മിനിമം ഒരു 3 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. തങ്ങളെ വീട്ടിൽ നിന്ന് പോവാണ്, പ്രോഗ്രാം നേരം വൈകിപ്പോയി. തങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ് ദുആക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത് 12:20-25 ആയിട്ടുണ്ട്. 12:25 കാറ് വിട്ടാൽ കോഴിക്കോട് 3 മണിക്ക് എത്താൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ പപ്പ നേരം വൈകിയല്ലോ, എത്തും നിങ്ങൾ നേരത്തെ എത്തും എന്ന് പറഞ്ഞു. നേരത്തെ എത്തും എന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. ഞങ്ങൾ 2:45 കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ 12 മണിക്ക് കാഞ്ഞങ്ങാടൊന്ന് വിട്ടു, ഒരു 3 മണിയായപ്പോഴേക്കും എയർപോർട്ട് എത്തി. പക്ഷേ 12:20 കാഞ്ഞങ്ങാടും കാസർഗോഡും കഴിഞ്ഞ് കുമ്പളയും കഴിഞ്ഞ് ഉള്ളിലാണ് ഈ ആരിക്കാടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് 12:30 വിട്ടിട്ട് 2:45 കോഴിക്കോട്. ഇങ്ങനെ വലിയ വലിയ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു നേരത്തെ എത്തും എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ സാധാ വൈകിപ്പോയാൽ പോലും നേരത്തെ പോയാൽ പോലെ എത്താത്തതിന് വിരുദ്ധമായ വളരെ നേരത്തെ തന്നെ. അല്ലാഹുവേ, ഇതൊക്കെ നിബിതങ്ങളുടെ കറാമത്തിൻ്റെ, നിബിതങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണല്ലോ, തങ്ങളുടെ ചോരബന്ധമുള്ള കുടുംബമാണല്ലോ ഇവർ. അപ്പം തങ്ങളുടെ ചോരബന്ധം ഉണ്ടാകുമ്പോൾ സയ്യിദന്മാർക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അസുലാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും? നബിതങ്ങളുടെ തലമുറകളിൽ വരുന്ന ചോരബന്ധത്തിൽ അള്ളാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. പറഞ്ഞത് ദുആ ചെയ്ത് അങ്ങനെ തന്നെ എന്താ പറയുന്നത് പോലെ. അപ്പോൾ അതൊക്കെ നബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുക തങ്ങളുടെ ചോരയിലൂടെ. കോടിക്കണക്കിനല്ലേ സയ്യിദന്മാർ, തങ്ങന്മാർ ലോകത്ത് മൊത്തം. അവരിൽ ഓരോരുത്തരിലും കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ചെറിയ പരിമിതി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണ് ഇതൊക്കെ. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും മറുപടി പറയണ്ട. അത് അനുഭവിച്ചറിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ശാന്താറാം ഷെട്ടിനെ പോയി കണ്ടാൽ മതി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം. മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, എന്താ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര്? ഒരു വലിയ തിരക്ക് പിടിച്ച മാസങ്ങളോളം വേണം അദ്ദേഹത്തിൻ്റെ ബുക്ക് ചെയ്യാൻ. തങ്ങൾ പറഞ്ഞാച്ചാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അത്രയും വലിയ നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ക്യാൻസർ വന്നിട്ടാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു തങ്ങളെ പോയി കണ്ടേക്കുന്നു. അല്ലാ, തങ്ങളോട് ചില മത്സരാർത്ഥികൾ വന്ന് കാണും ഇലക്ഷൻ്റെ മുമ്പേ. തങ്ങൾ ഒരാളോട് പറഞ്ഞ് മത്സരിക്കേണ്ട, തോൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കേൾക്കാതെ മത്സരിച്ചു, തോറ്റു. അതവിടെ കാസർഗോഡക്കാരെ ആരാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ പറയും, മുഖത്ത് നോക്കി പറയും, നീ ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചു, പിന്നെ ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഒരാളോട് അങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞു, അയാൾ ജയിച്ചു. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മനുഷ്യനായിരുന്നു. സ്ഥിരം ജയിച്ചു പോരുന്ന ആളുണ്ട്, മത്സരിക്കേണ്ട, തോൽക്കുമെന്ന് പറഞ്ഞു. എന്നാലും മത്സരിച്ചു, തോറ്റു. അപ്പോൾ അങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായ നമുക്ക് ഉഖ്റവിയായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഈമാൻ സലാമത്താവാനും ആക്കുബത്ത് നന്നാവാനും അതിനൊക്കെ ചോദിക്കുക. ഇലക്ഷനിൽ ജയിക്കാൻ അതൊന്നല്ല ചോദിക്കേണ്ടത്. അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉഖ്റവിയായ വിഷയങ്ങൾ പറയണം. അസുഖം മാറാനും ഒക്കെ ഓരോരുത്തർക്കും പല പരാതികളും പറയാനുണ്ടാവും. എന്ത് ചെയ്യുക? എപ്പോഴെങ്കിലൊക്കെ പറ്റുമ്പോൾ ഒന്ന് ചെന്ന് കാണുക. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ. ആ കുട്ടിയെ കൊന്നപ്പോ മഹാനായ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ആയത്ത് ആവർത്തിക്കണ പോലെ തോന്നും, പക്ഷെ ഇതിൽ ലക എന്നൊരു വ്യത്യാസമുണ്ട്. ഖാല അലം അഖുൽ ലക, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആദ്യം പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഖാല അലം അഖുൽ ഇന്നക, നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഖാല അലം അഖുൽ ലക, അതൊരു താക്കീതുണ്ട്. ഒരു പ്രാവശ്യം മറന്നു, 2ാം പ്രാവശ്യം മറന്നു എന്ന് പറയാൻ പോവാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചുകൂടാൻ പറ്റൂല. അതിൽ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഇനി മൂസ നബി അങ്ങോട്ട് പറഞ്ഞത് അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു എന്ന് പറയും. കാരണം മൂസ നബി അങ്ങോട്ട് പറഞ്ഞുപോയി, ഇനിയും തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തന്നാൽ മതി എന്നാണ് പറയേണ്ടത്. പക്ഷെ മൂസ നബി എന്ത് പറഞ്ഞു?
ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ, ഇനി എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, എന്നെ കൂടെ കൂട്ടണ്ട. അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു, അത് ഖിദർ നബിയായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതാണ്. പക്ഷെ മൂസ നബി അങ്ങനെ പറഞ്ഞു പോയി. ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിരിയാം, കുഴപ്പമില്ല, ഇതും കൂടെ ഒരിക്കലൂടെ എന്ന് പറഞ്ഞു. ഖദ് ബലഗത് മിൻ ലദുന്നി ഉദ്റാ, എനിക്കിതൊരു മാപ്പ് തരണം, പഴച്ചു പോയതാണ്, ഇനി ഞാൻ ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഫൻസലഖാ, രണ്ടുപേരും വീണ്ടും യാത്ര പോയി. ഹത്താ ഇദാ അതയ അഹ്ല ഖറിയത്തിൻ, ഒരു ഗ്രാമവാസികളുടെ അരികത്തേക്ക് എത്തിയപ്പോൾ ഇസ്തത്അമ അഹ്ലഹ, ആ നാട്ടുകാരോട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ വിദേശികളായ യാത്രക്കാരൊക്കെ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെട്ടാൽ ആ പ്രദേശത്തുള്ള ആളുകൾ അവരെ സഹായിക്കണം എന്നാണ്. ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ, അവർക്ക് ആതിഥ്യമരുളാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ഭക്ഷണമൊന്നും കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഫവജദ ഫീഹാ ജിദാറൻ, അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു മതിൽ അവർ കണ്ടു. യുരീദു അൻ യൻഖല്ല, വീഴാറായി നിൽക്കുന്ന മതിൽ. ഫഅഖാമ, അത് പോയിട്ട് ഖിദർ നബി നേരെയാക്കി കൊടുത്തു. ഒരു മതിൽ വീഴാറായി നിൽക്കുന്നു, അത് പോയിട്ട് ആ കല്ലൊക്കെ താഴെ വെച്ച് രണ്ടാമത് താഴെ നിന്ന് പെടുത്തിട്ട് ഖിദർ നബി ആ മതിലങ്ങ് ലെവലാക്കി കൊടുത്തു. ഖാല, മൂസ നബി ചോദിച്ചു പോവാൻ, ലൗ ശിഇത, ഇതൊന്നും വലിയ ചോദ്യമൊന്നുമല്ല, നോക്കണം. മൂസ നബി എന്താ പറഞ്ഞേ? ലൗ ശിഇത ലത്തഖദ്ത അലൈഹി അജ്റ, ഇത് എന്തിനാ വെറുതെ ചെയ്യുന്നത്, അതിന് വല്ല പൈസ വാങ്ങിക്കൂടെ, നിങ്ങൾ വെറുതെ ഇത് ചെയ്യേണ്ടതുണ്ടോ? ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, നമ്മൾ രണ്ടാളും പിരിയാണ് മൂസ നബിയെ, കഴിഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൂടെ നടക്കാൻ പറ്റൂല, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു കാര്യമായ ചോദ്യമാണ് തോന്നൂല്ല. അതിന് പൈസ വാങ്ങിച്ചൂടെന്ന് എന്തിനിപ്പോൾ വെറുതെ ചെയ്തു കൊടുക്കുന്നത്? നമുക്ക് വിശന്നിട്ട് ഈ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ച് അവർ തന്നിട്ടില്ല, എന്നാൽ പിന്നെ മതിൽ നേരാക്കി തരാം, അതിന് കൂലി തരണം, നമുക്ക് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചൂടെ, ഏതായാലും വിശന്ന് നടക്കല്ലേ. ഖിദർ നബി പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, മൂസ നബിയെ നമ്മൾ രണ്ടാളും പിരിയാണ്, നമ്മൾ രണ്ടുപേരും ഇതാ ഇവിടെ നിന്ന് പിരിയുകയാണ്. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന വിഷയം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ 3 കാര്യങ്ങളുടെ നിജസ് എന്തിനായിരുന്നു ഞാനത് ചെയ്തത് എന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അമ്മ സഫീന, ഇവിടെ തസ്തത്വ എന്നുണ്ട്, ഇനി അവസാനം തസ്ത്യ എന്ന് വരും. തസ്തത്വ, നിങ്ങളെ കൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലേ, തീരെ കഴിഞ്ഞില്ല. ഇനി വരുന്ന തസ്ത്യ, ഒരു താ കുറയുന്നുണ്ട്, തസ്ത്യ, ഓ ഇതായിരുന്നു നിങ്ങൾക്ക് കഴിയാതെ പോയത് കേട്ടോ, അപ്പോൾ മനസ്സിലായപ്പോൾ ഈ വിഷയം ലഘു, ഓ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ, എനിക്ക് ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്ന് മൂസ നബിക്ക് തോന്നും. ആ തസ്ത്യ എന്ന വാക്ക്, തസ്തത്തി, നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ലല്ലോ ക്ഷമിക്കാൻ, ദാ ഞാൻ പറഞ്ഞുതരാം. അമ്മ സഫീന, ആ കപ്പൽ, ഫഖാനത്ത് ലി മസാക്കീൻ, അത് മിസ്കീന്മാരുടേതായിരുന്നു, മിസ്കീന്മാരുടേതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമുന ശാഫിഈ തങ്ങൾ ഈ ആയത്തിൽ നിന്നാണ് മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഫഖീർ ഡെസ്റ്റിറ്റ്യൂട്ട്, എക്സ്ട്രീംലി പൂർ, വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാണ് ഫഖീർ എന്ന് പറയാം. മിസ്കീൻ, ആള് ഗൾഫിലും വിശക്കുണ്ട്, നാട്ടുകാരെ കണക്കിൽ പ്രവാസിയാണ്, ഗൾഫുകാരനാ, പക്ഷേ കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഷോപ്പുണ്ട്, മൊത്തം കടാണ്. ഒരു ഷോപ്പിന്റെ മുതലാളിയാണ്, പക്ഷെ ആള് കടക്കാരനാണ്. ആള് ഗനിയാണോ, സമ്പന്നനാണോ? അല്ല. ഫക്കീറാണെന്ന് ചോദിച്ചാൽ അതുമല്ല, ആള് മിസ്കീനാണെന്നാണ്. കാഴ്ചക്കാരുടെ കണ്ണിൽ ആള് മുതലാളിയായിരിക്കും, പക്ഷെ ആള് ദാരിദ്ര്യം, അവർക്കാണ് മിസ്കീൻ എന്ന് പറയാം. ഈ കപ്പലിന്റെ ആളുകൾ മിസ്കീന്മാരാണ്, അവരൊരുപാട് കടബാധ്യതയുള്ള ആളുകളാണ്. പക്ഷെ കപ്പലുണ്ട്, പറഞ്ഞിട്ടെന്താ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, വിശുദ്ധ ഖുർആൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കിതാണ്. ഫുഖറ എന്ന് അധികം പറയാറില്ല, അവർക്കെല്ലാവരും സഹായിക്കും. അവർ ഒരു കുഞ്ഞിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കെട്ടിക്കാനുള്ള പൈസ ബാക്കിയായിരിക്കും. മിസ്കീന്മാരങ്ങനെയല്ല, ഒരു കല്യാണം കഴിഞ്ഞാൽ പുര വിൽക്കേണ്ടി വരും, കല്യാണം കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി. നാട്ടുകാരും കടക്കാർ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഇടങ്ങാറാക്കും, നമ്മളെ ഇറച്ചിൻ്റെ പൈസ, നമ്മളെ പന്തലിൻ്റെ പൈസ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടേ, അപ്പോൾ കഴിയില്ല. ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു. യഅ്മലൂന ഫിൽ ബഹ്രി, അവർ കടലിൽ ജോലി ചെയ്യുന്നവരാണ്. ഫഅറദ്തു അൻ അഈബഹ, ഞാൻ ആ കപ്പലിനൊരു കേട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു, ആ കപ്പൽ കേടുവരുത്താൻ ഉദ്ദേശിച്ചു. എന്തിന്? വഖാന വറാഅഹും മലികുൻ, നമ്മളെ ഇറങ്ങിയിട്ട് ഇവർക്ക് വേറെ സ്ഥലം വരെ പോവാനുണ്ട്, അവിടെ ഒരു രാജാവുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, എല്ലാ നല്ല കപ്പലും പിടിച്ചു വാങ്ങുന്ന ഒരു രാജാവ് അവിടെയുണ്ട്. അപ്പം അദ്ദേഹം ഏത് കപ്പൽ വരുമ്പോഴാണ് രാജാവ് ചെന്നിട്ട് കപ്പലിൻ്റെ ഉള്ളിലൂടെ അങ്ങ് നോക്കും, ആ ഇതെനിക്ക് വേണം. അന്നത് രാജാക്കന്മാർ അങ്ങനെ, പിന്നെ ചിന്താബാദും പിക്കറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, പോയി കപ്പൽ പോയി,
അപ്പോൾ ഈ കപ്പൽ ഈ മിസ്കീന്മാർക്ക് കിട്ടണം, അതിനെ ഞാൻ കേടുവരുത്തി. അപ്പൊ രാജാവ് വന്നു, ഇത് പൊളിഞ്ഞ കപ്പലാ, ഇത് വേണ്ടടോ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ കപ്പൽ തിരിച്ചു കിട്ടണം. അവർ നമുക്ക് ഉപകാരം ചെയ്ത ആളുകളാണ്, ഞാൻ അതിനാണ് ആ കേടുവരുത്തിയത്, അവരെ മുക്കിക്കൊല്ലാനല്ല. ആ കപ്പലിന്റെ കഥ അതാണ്. അമ്മൽ ഗുലാം, പിന്നെ ആ കുട്ടി ഞാൻ കൊന്നില്ലേ, ഫഖാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഈമാനുള്ള നല്ല മനുഷ്യരാ, അല്ലാഹുവിനെ പേടിക്കുന്ന നല്ല മനുഷ്യരാ. ഫഖശീന, നമുക്ക് പേടി വന്നു, അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫറ, ഈ കുട്ടി ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിക്കും. ഈ കുഞ്ഞ് കാരണം ഉമ്മയും വാപ്പയും അമുസ്ലിമീങ്ങളായി മാറിയേക്കും, അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവേണ്ട അവസ്ഥ വരും. ഇവൻ ഒരു കുഞ്ഞ്, മോശമായൊരു കുഞ്ഞുണ്ടാവുന്നതിനെക്കാളും നല്ലത് കുഞ്ഞില്ലാതിരിക്കലാണ്. അപ്പം മക്കളില്ല എന്ന് വിചാരിച്ച് മക്കളില്ലാത്തവർ ഒരുപാട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. നമുക്കൊരുപാട് വേറെയും ഒരുപാട് മക്കളെ നമുക്ക് വളർത്താൻ കഴിയും. നമുക്കുണ്ടാകുന്ന മക്കൾ ദുഷിച്ച മക്കളാണെങ്കിൽ ആ കുഞ്ഞിനിക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഉമ്മയും വാപ്പയും ആഗ്രഹിച്ചു പോകും. അപ്പോൾ ഈ ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോവാൻ ഈ കുട്ടി കാരണമാവും. ഈ കുട്ടിയെക്കാളും പരിശുദ്ധിയുള്ള ഒരു കുട്ടിയെ അള്ളാഹു ഇവർക്ക് പകരം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മാതാപിതാക്കളോട് സ്നേഹബന്ധമുള്ള ഒരു കുഞ്ഞിനെ ഇവനതിന് പറ്റൂല, ഇവൻ വലുതായാൽ ഉമ്മയും വാപ്പയും നോക്കൂല, ഉമ്മയും വാപ്പയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. അമ്മൽ ജിദാർ, പിന്നെ ആ മതിൽ ഞാൻ എന്തിനെ വെറുതെ നേരാക്കിയതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്, ആ മതിലിന്റെ കാര്യം. ഫഖാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ നഗരത്തിൽ ജീവിക്കുന്ന 2 യതീം മക്കളുടെ സമ്പത്ത്, വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഇവരുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പ മക്കൾക്ക് വേണ്ടി നിധിയായി കുറച്ച് സംഖ്യ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ലോക്കർ എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ ഉള്ളിൽ കുഴിച്ചിടലാണ്, അന്നത്തെ ബാങ്ക്, അന്നത്തെ സേഫ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ മതിലിന്റെ തറയുടെ ഉള്ളിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വാപ്പ കുഴിച്ചിട്ടുണ്ട്. വാപ്പ ദുആ ചെയ്ത്, പഠിച്ചവൻ എൻ്റെ മക്കൾ വലുതാകുമ്പോൾ ഇതിൻ്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ, അത് എങ്ങനെയെങ്കിലും ഈ മക്കളുടെ കയ്യിൽ കിട്ടും. ആ വാപ്പത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മതിലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ മതിൽ പൊളിഞ്ഞു പോയാൽ വഴിയിൽ പോകുന്ന ആളുകൾ ഇത് കണ്ടെടുക്കൂലേ, അപ്പൊ ഈ കുട്ടികൾക്ക് ഇത് കിട്ടാതെ വരൂലേ. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ സമ്പത്ത് കിട്ടണമെന്നതിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. അതിന് വേറെ കാരണം കൂടെ പറഞ്ഞു. വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ വാപ്പ, അത് നേരെ വാപ്പയല്ല, 7ാമത്തെ ഉപ്പാപ്പ സ്വാലിഹൻ, വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന്. 7ാമത്തേതായിരുന്നു എന്ന് കിട്ടുന്ന തഫ്സീറിൽ നിന്നാണ്, ആയത്തിൽ നിന്ന് അങ്ങനെ കിട്ടൂല. വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ 7ാമത്തെ ഉപ്പാപ്പ വളരെ നല്ല മനുഷ്യനാണ്. ഫഅറാദ റബ്ബുക്, അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനം, അൻ യബ്ലുഗാ അശുദ്ധഹുമാ, അവർക്ക് പ്രായപൂർത്തി എത്തുകയും, വയസ്തഖ്രിജാ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക്, പ്രായപൂർത്തി എത്തിയിട്ട് അപ്പോഴാണ് ക്രയവിക്രയത്തിന് ഒരു സാധനം ഉപയോഗിക്കാനും പൈസ കൈമാറാനും ഒക്കെയുള്ള പക്വത വരുന്ന സമയമെത്തിയാൽ ഇവരെന്ത് ചെയ്യണം, ഈ നിധി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരാൾ നന്നായാൽ ആ നന്മയുടെ ഫലം 7 തലമുറകളിലേക്ക് എത്തുമെന്നാണ്. ഒരുപക്ഷെ നമുക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ നമ്മുടെ പിതാക്കന്മാർ, വാപ്പ, വല്ലിപ്പയുടെ വല്ലിപ്പേ ഒക്കെ ദുആ ചെയ്ത് ദുആയിരിക്കും, പഠിച്ചോനെ എൻ്റെ തലമുറയിൽ നല്ല മക്കളുണ്ടാക്കണേ, അവർക്ക് നീ ഐശ്വര്യം കൊടുക്കണേ, അവർക്ക് നീ, ഞങ്ങൾക്കുള്ള ഈ ദാരിദ്ര്യമൊന്നും എൻ്റെ മക്കൾക്കോ മക്കൾക്കൊന്നും വരുത്തരുതേ എന്നൊക്കെ ചെയ്ത ഏതെങ്കിലും നല്ല ദുആ, അവർ ചെയ്ത ചില പ്രാർത്ഥനകൾ, അവരുടെ ചില ഔറാദുകളും ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും, അങ്ങനെ ദ്വാരക്കണം, എൻ്റെ കുട്ടിക്ക് മാത്രമെന്നല്ല, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ദുആ ചെയ്ത്, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ആ ഒരു നന്മയാണ് അല്ലാഹു തആല കാരണം പറഞ്ഞത്. വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ വാപ്പ വല്ലിപ്പമാരിൽ കഴിഞ്ഞു പോയൊരു നല്ല മനുഷ്യൻ ഉണ്ടായതുകൊണ്ട് അത് കാരണം ഇവർക്കിത് കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചു, അല്ലാഹു തആല പറയാണ്. അപ്പൊ അതിനാണ് ഞാനത് ചെയ്തത്. വമാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഖുർആൻ നബി പറയാ, ഞാൻ ഈ ചെയ്തതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ ഒരു തീരുമാനം മാത്രമല്ല. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ വിശദീകരണം ഇതാണ് കേട്ടോ എന്ന് മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ തസ്തു, ആ ഖനം കുറഞ്ഞു. ഓ, ഇത്രയായിരുന്നുള്ളൂ അല്ലേ, ഞാനതൊന്നും വിചാരിച്ചില്ല, ഞാനങ്ങ് ചോദിച്ചു പോയി എന്ന് ആ തസ്തത്വ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗാംഭീര്യം, വിഷയം മനസ്സിലായാൽ പിന്നെ എളുപ്പമായി. അതാണ് അല്ലാഹു തസ്ത്വ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ അതിന്റെ പ്രതികരണം, അതിന്റെ റിഫ്ലക്ഷനിൽ വ്യത്യാസം വരുന്നു.
തസ്തി അലൈഹി സുബ്റാ എന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട്. റഹിമല്ലാഹു അഖി മൂസ, നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ സഹോദരൻ മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലൗ സബറ, മൂസ നബി ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ എത്രയോ കഥകൾ നമുക്ക് കിട്ടുമായിരുന്നല്ലോ. എന്തേ ഇപ്പൊ മൂസ നബി ക്ഷമിക്കാതിരുന്നത്? എൻ്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴും മൂസ നബിയെ ഓർക്കുന്ന, തങ്ങളൊരു സ്വത്ത് ഓഹരി വെച്ചു കൊടുക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, തിൽക ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. നബി, നിങ്ങൾ ഈ ഓഹരി വെച്ചതിലേ അള്ളാന്റെ തൃപ്തി കിട്ടാനെന്നല്ല നിങ്ങൾ ഈ ഓഹരി വെച്ചതിൽ വേറെന്തോ തീരുമാനമുണ്ട് നിങ്ങൾക്ക്. തങ്ങൾക്ക് ദേഷ്യം വന്നു. കാരണം തങ്ങൾ നീതി ചെയ്തില്ല എന്നല്ലേ ഈ പറയണത്. ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ ആരാണത് ഇവിടെ ചെയ്യുക? അർഹർക്ക് ഓരോരുത്തർക്ക് അർഹമായതാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ സാധനം ഓഹരി വെക്കുകയാണ്, എല്ലാവർക്കും 10 അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് 2 മതിയാവും, ചിലർക്ക് 18 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാണ് നബി തങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ പേരിൽ നബി തങ്ങളോട് നീതി ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് തങ്ങളൊരു വാക്ക് പറഞ്ഞത്, റഹിമല്ലാഹു അഖി മൂസ, എൻ്റെ സഹോദരൻ മൂസ നബിയെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് സബറ അല അശദ്ദ മിൻ ഹാദാ, ഞാൻ ഈ കേട്ടതിനേക്കാളും വലുതൊക്കെ മൂസ നബി കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ മൂസ നബി എത്ര ക്ഷമിച്ചു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം 10-25 കൊല്ലം അള്ളാഹുവിൻ്റെ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ടേ, അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാവൂ എന്ന് 20-25 കൊല്ലം പഠിപ്പിച്ചിട്ടാണ് ഫലസ്തീനിലേക്ക് കൊണ്ടുവരുന്നത്. അതും കടൽ പിളർന്ന മഹാത്ഭുതം കണ്ടിട്ട്. കടലിലൂടെ നടന്നല്ലേ വരുന്നത്, വെള്ളം അങ്ങനെ നിൽക്കല്ലേ മതില് പോലെ. അതിൻ്റെ ഇടയിലൂടെ ആ മുഅ്ജിസത്തിലൂടെ നടന്നു വന്ന ആളുകൾ ഇങ്ങ് ഫലസ്തീനിലേക്ക് വന്നപ്പോൾ ബഹുദൈവാരാധന ചെയ്യുന്ന, ബിംബാരാധന ചെയ്യുന്ന ആളുകൾ, യാ മൂസ, എന്താ മൂസ നബി, നമുക്ക് ഒരു പടച്ചോൻ, ഇവർക്ക് എത്രങ്ങാനും പടച്ചോന്മാരാ, നമുക്കും വേണ്ട കുറച്ച് ബിംബങ്ങളൊക്കെയാണ്. സയ്യിദന മൂസ നബി അലൈഹിസ്സലാം അവിടെ കൈവച്ചു, റബ്ബേ, ഇങ്ങനെയുണ്ട് ഒരു സമുദായം. ഇത്രയും പഠിപ്പിച്ചു കൊടുത്ത് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹു തആല നിങ്ങൾക്ക് കാണിച്ചെന്ന അത്ഭുതങ്ങൾ മറന്നോ? ഇതേ ഇപ്പം നിങ്ങൾ കയറിയിട്ടല്ലേ ഉള്ളൂ കടലിൽ നിന്ന്. ആ പടച്ച തമ്പുരാൻ ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് വേറെ കുറെ ആൾക്കാർ വേറെ കുറെ പടച്ചന്മാരെ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോഴേക്കും അങ്ങോട്ട് പോയി. മൂസാ നബി കിതാബ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോഴേക്കും സാമിരി എന്ന് പറഞ്ഞ മനുഷ്യൻ, സമാരിച്ചൻ, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്വർണത്തിന്റെ ഒരു കാഫ്, ഒരു പശുക്കിടാവിനെ ഉണ്ടാക്കി, ഇതന്നെ പടച്ചോനെ മൂസാ നബി കാണാത്തതുകൊണ്ട് ആരാധിച്ചോളുന്ന അവരങ്ങ് വീണപ്പോഴേക്കും അതിന്റെ മുമ്പിൽ മൂസാ നബി എപ്പോഴല്ലേ ഹാറൂൻ നബിന്റെ താടിക്ക് പിടിച്ചത്, യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹയതി വലാ ബിറഅസി, എൻ്റെ ഉമ്മാന്റെ മോനെ എൻ്റെ താടിക്കും തലക്കും പിടിക്കും. മൂസാ നബി ഇങ്ങനെ പിടിച്ചു എന്ന് ഹാറൂൻ നബിയെ. നിങ്ങളിത് കണ്ടില്ലേ, ഈ മനുഷ്യന്മാർ ഈ പശുക്കിടാവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ എന്തേ നിങ്ങൾ തടയാതിരുന്നത്? മൂസാ നബി ദേഷ്യപ്പെട്ടു എന്നാ. അത്രയും ക്ഷമ കെട്ടുപോകുന്ന അവസ്ഥകൾ. പറഞ്ഞാൽ കേൾക്കാത്തൊരു സമൂഹമായിരുന്നു ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലുകൾ, ഇസ്രായേൽ സന്തതികൾ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, അറബ് രാജ്യത്തേക്ക് ജസീറത്തുൽ അറബിൽ വന്ന നബിമാരും അങ്ങ് ഫലസ്തീൻ ഭാഗത്ത് വന്ന നബിമാരും നോക്കിയാൽ അവിടെ വന്നതിൻ്റെ 10-1 വന്നിട്ടുണ്ടാവില്ല ഈ ഭാഗങ്ങളിൽ. അപ്പം അവർ അഭിമാനം പറയാറുണ്ടായിരുന്നു എന്നാ, ഞങ്ങൾക്കല്ലേ കുറേ നബിമാർ വന്നത്. അത്രയും കുരുത്തക്കേടുള്ളതുകൊണ്ടാണ് നബിമാർ അത്രയും കൂടുതൽ അങ്ങോട്ട് അയച്ചതെന്ന് അതിന് മറുപടി. അള്ളാഹു നബിയാക്കന്മാരോ കൊല്ലുമായിരുന്നു, പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു. അങ്ങനെ ഓരോരോ മഹല്ലിലേക്കും ഒരു നബിമാരെ അയച്ചിട്ടുണ്ടെന്നാ, ഫലസ്തീൻ, ജോർഡാൻ ഭാഗങ്ങളിലേക്കൊക്കെ, ഷാമിലേക്കൊക്കെ. അത്രയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞപ്പോഴും നബിതങ്ങൾ പോലും കൊതിച്ചുപോയി. ഇത്ര രസകരമായ, നമുക്ക് കേൾവി പോലും ഇല്ലാത്ത, നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകം ഖിദർ നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തുകയായിരുന്നു. പിന്നെ ഷാമ്പിളിന് അത്ര മതി. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞു ഖുർആൻ അല്ലേ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഹുനാലിക ദഅ സക്കരിയ്യ. മറിയം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരി പെണ്ണാണ്. മഹദി 14 വയസ്സുള്ളപ്പോഴോ 15 വയസ്സായപ്പോഴാണ് ഷീ കൺസീവ്ഡ് ജീസസ്, ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നത്. മലക്ക് റൂഹ് എഴുതുന്ന സമയം മറിയം ബീവിക്ക് അത്രേ പ്രായമുള്ളൂ, അത്രയും ചെറുപ്പമാണ്. പ്രായപൂർത്തിയായ ആ ഒരു സമയത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ എന്നർത്ഥം. അതിൻ്റെ മുമ്പാണ് മസ്ജിദുൽ അഖ്സായുടെ ഒരു ചാമ്പറിൽ, മെഹ്റാബിൽ, ഒരു റൂമിൽ ഒറ്റക്കായിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്തിരുന്നത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയവർ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ മറിയം ബീവി ഇബാദത്ത് ചെയ്ത സ്ഥലം, ആ ഒരു കല്ലിൻ്റെ മെഹ്റാബിൻ്റെ ഭാഗം നമുക്ക് ഇപ്പോഴും കാണിച്ചു തരുവർ. ഇവിടെയായിരുന്നു ആ ഇബാദത്ത് നടന്ന സ്ഥലം. ഖനീസത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പള്ളിയുടെ ആ അടിഭാഗം മസ്ജിദുൽ അഖ്സന്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നാൽ കാണും, ആ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറിയം ബീവിന്റെ മുമ്പിൽ ഭക്ഷണം കിടക്കുകയാണ് അല്ലേ, ഔട്ട് ഓഫ് സീസൺ. അന്ന് ആ കാലാവസ്ഥയിൽ അവിടെ കിട്ടാത്ത ഭക്ഷണം മറിയം ബീവിന്റെ മുമ്പിൽ. ഇത് അത്ഭുതമാണ്. അന്നാ ലകി ഹാദാ, മറിയം ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അള്ളാഹു തന്നതാണ്.
ഹുനാലിക, അപ്പോഴാ സക്കരിയ നബി ദുആ ചെയ്തത്. 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. വഷ്തഅല റഅസു ശൈബ, തല മുഴുവൻ നരച്ചിട്ടുണ്ട്. വഹനൽ അദ്മു മിന്നി, എല്ലുകളൊക്കെ ദുർബലമാണ്. വകാനത് ഇംറഅതി ആഖിറ, പെണ്ണ് ജീവിതത്തിൽ പ്രസവിക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പെണ്ണുമാണ്. എൻ്റെ പെണ്ണ് അത്രയും ബാരനാണ്, എൻ്റെ ഭാര്യ പ്രസവിക്കൂല. അങ്ങനത്തെ ആൾക്കാണെങ്കിലും പടച്ചവനെ എനിക്ക് ഇനി കുഞ്ഞിനെത്താ. എന്തേ? മറിയമ്മിനെ ആരും കൊണ്ടു കൊടുക്കാതെ നീ ഒറ്റ കൊണ്ടുപോകത്തില്ലേ? അപ്പോ കാരണങ്ങളോ സീസണോ ഗാർഡനോ ഒന്നും വേണ്ട ഭക്ഷണം കൊടുക്കാൻ, പഴം കൊടുക്കാൻ മറിയം ബീവിക്ക്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആരോഗ്യമോ എൻ്റെ ഭാര്യയുടെ ആരോഗ്യമോ അതൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലോ. നിനക്ക് കാരണമില്ലാതെ തന്നെ കാര്യം നടത്തി തരാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നിനക്ക് കുഞ്ഞിനെ തരണം. ഹുനാലിക, അത് കണ്ടപ്പോൾ സക്കരിയ നബിക്ക് വന്നു, ഇങ്ങനെ അല്ലാഹു ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നൂടെ? അങ്ങനെയാണ് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. അതൊരു മുഅ്ജിസത്താണ്. മഹാനായ മറിയം ബീവിക്ക് സംഭവിച്ചത് അത് കറാമത്താണ്. റളിയല്ലാഹു തആല. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു കൊട്ടാരം കടന്നുപോയത്. ആ കൊട്ടാരം സ്പേസിലൂടെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ആ സാധനം എത്തിയത്. വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്? അല്ലേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും ഈജിപ്തിലെ സബയിൽ നിന്ന്, യമനിലെ സബയിൽ നിന്ന്, നമ്മുടെ സലാലന്റെ ഒരു ഭാഗമാണത്. അന്ന് സലാലയുടെ ഭാഗമൊക്കെ യമനാണ്. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക്, ഈലിയായിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക്, ജെറൂസലേമിലേക്ക് അവരുടെ കൊട്ടാരം ആരാ കൊണ്ടുവന്നു തരാം? 1 മണിക്കൂർ നേരം കൊണ്ട് ഞാൻ കൊണ്ടുവരാം. ഒരു ജിന്ന് പറഞ്ഞപ്പോഴേ പറ്റില്ല. പെട്ടെന്ന് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഇൽമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. ആസഫ് ഇബ്നു ബർഖിയ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്, കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. നബി അല്ല, അത് സാധാ മനുഷ്യനാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടല്ലേ മനുഷ്യന്മാരെ ഉണ്ടായിരിക്കണത്. അല്ലെങ്കിൽ കറാമത്തും മുഴ്ജിസത്തൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അത് ദഈഫാന്ന് പറയില്ലേ? അള്ളാന്റെ കലാമായി പോയില്ലേ? അതുകൊണ്ട് കണ്ണ് തുറക്കും മുമ്പ് കൊണ്ടുവന്നു. ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. അത് അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ റബ്ബിൻ്റെ ചില ചര്യകളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തരാൻ ചില സൂചനകൾ തരാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട? പെട്ടെന്ന് ഇതെങ്ങനെയെന്ന് ആലോചിച്ചിരിക്കേണ്ട. ഇങ്ങനെയും ഒരു ലോകം ചില ആളുകൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില ലോകം ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്നുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ലദുന്നിയായ ഇൽമ, അതങ്ങനെ അവർ മദ്രസയിൽ പോയി പഠിക്കണമല്ലത്. അത് ഹൃദയത്തിൻ്റെ ശുദ്ധി കൂടുമ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന സംഗതിയാണ്. ഉറക്കത്തിലൂടെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇൽഹാമ് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കറിയാം ചില വിഷയങ്ങൾ. കാണും മുമ്പേ അവർ മുഖം നോക്കിയിട്ട് പറയും ഇന്നതല്ലേ വിഷയം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കശ്ഫ് എന്നാണ് പറയുക, ഇൽഹാം എന്ന് പറയും, കശ്ഫ് എന്ന് പറയും. അതിൻ്റെയൊക്കെ വലിയൊരു ഉദാഹരണമാണ് ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ സംഭവം. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ നബിയും ഖിദർ നബിയും നോക്കിയാൽ ഇൽമു കൊണ്ടും റിസാലത്ത് കൊണ്ടും ശ്രേഷ്ഠൻ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമാണ്. പക്ഷെ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇൽമു ഖിദർ നബിക്കില്ല, ഖിദർ നബിയുടെ ഇൽമു മൂസ നബി അലൈഹി ഇസ്ലാമിനുമില്ല. അപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം ഞാനാണ് ഇപ്പോൾ അറിവുള്ള ആള് എന്ന് പറഞ്ഞ മറുപടിക്ക് അള്ളാഹു തആല അല്ല മൂസ നബി നിങ്ങൾ പറയേണ്ടിയിരുന്നത് അല്ലാഹു അഅലം എന്നാണ്. അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാത്തത് അറിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ യാത്രയുണ്ടായത്. ആ യാത്ര ഫിത്നത്തുൽ ഇൽമ്, ഇൽമു കൊണ്ടുണ്ടാകുന്നൊരു അഹങ്കാരമുണ്ട്. എനിക്കെല്ലാം അറിയാലോ എന്ന് ഒരു തോന്നലും, എനിക്കിപ്പോൾ അറിയാത്തതൊന്നുമില്ലല്ലോ, അതെനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞൊരു അഹങ്കാരം മനുഷ്യന് വരുന്നതാണ്. അങ്ങനെ വരരുത്. അതുകൊണ്ടാണ് മൂസ നബി ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ, വളരെ വിനയത്തോടുകൂടെ, ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടൊന്നും ചെയ്യൂല, നിങ്ങൾ എന്നെ പറഞ്ഞയക്കല്ലേ പ്ലീസ്, എന്ത് ചെയ്യുക, ഒന്ന് മാപ്പ് തരീൻ. ആ ഒരു താഴ്മയും വിനയവും അഹ്ലുൽ ഇൽമിന് വേണമെന്നാണ്. ഇൽമിൻ്റെ ആളുകൾക്ക് അങ്ങനെ വേണമെന്നാണ്. തന്നെക്കാളും ഇൽമും അറിവും വിവരവും പക്വതയുമുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് എന്ന് തന്നെ എല്ലാ ആലിമും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളെക്കാളൊക്കെ നമ്മളറിയില്ല, ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അത്ര ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. വലിയ ഇൽമും തഖ്വയും വറഉം ലദുന്നിയായ ഇൽമൊക്കെ കിട്ടുന്ന മാരിഫത്തിൻ്റെ അഹ്ലുകാർ, ഹഖീഖത്തിൻ്റെ അഹ്ലുകാരുണ്ടാവും. അപ്പോൾ അത്രയും അള്ളാഹുവിൻ്റെ ഇൽമ് പ്രവിശാലമാണ്. അള്ളാഹു കൊടുക്കുന്ന ഇൽമ് അതിൻ്റെ അളവും കണക്കും ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും താനാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് ധരിച്ചു പോവരുത്. ഒരു ആലിമാണെങ്കിലും ഹ്യൂമിലിറ്റി വേണം, വിനയം വേണം. നമ്മളൊക്കെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത്ര കൊല്ലം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ തന്നെയാണ് അവിടുത്തെ വലിയ ആൾ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മളെക്കാളും എക്സ്പീരിയൻസും പ്രായവും കുറഞ്ഞ ആളുകൾ ഒരുപക്ഷെ നമ്മളെക്കാളും വിവരവും പക്വതയുമുള്ള ആളുകൾ വേറെ ഉണ്ടായിരിക്കുന്ന. അങ്ങനത്തെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എൻ്റെ പാഠം അതാണ്. ആരെയും ചെറുതായി കാണരുത്. പ്രായം കൊണ്ട് പ്രായമുള്ള ആൾക്കാരല്ലേ, പ്രായം വലുത് തന്നെയാണ്. പ്രായത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. പക്ഷെ ഇൽമിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല.
വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? വാപ്പ, നിങ്ങൾക്ക് നൽകപ്പെടാത്ത ഇൽമ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ വാപ്പ തന്നെയാണ്. പക്ഷെ ഇബ്രാഹിം നബിയുടെ വാപ്പാക്കില്ലാത്ത ഇൽമ് മകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല കൊടുത്തു. ദാവൂദ് നബി നബിയാണ്, രാജാവാണ്, അധികാരമുള്ള നബിയാണ്, ബുദ്ധിയുള്ള നബിയാണ്, ഡിസിഷൻ മേക്കിങ്ങിന് പറ്റിയ ആളാണ്. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ മനസ്സിലാവാത്തത് ഫഫഹംനാഹ സുലൈമാൻ, ആ വിഷയത്തിന്റെ തീരുമാനം സുലൈമാൻ നബിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ വാപ്പ മോശക്കാരനായതുകൊണ്ടല്ല, ഏജ് വ്യത്യാസം എൽമിന്റെ വിഷയത്തിലില്ല എന്നാണ്. അതുകൊണ്ടാണ് എൽമ് നിങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്, അതാരെന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം. നമ്മൾ പേഴ്സ് നഷ്ടപ്പെട്ടാലേ ഒരു കുട്ടി പറയാം, അതേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഈ പോടോ, ഈ കുട്ടിയല്ലേ, അങ്ങനെ നമ്മൾ പറയോ? പടച്ചോൻ ഇത് എൻ്റെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ അടുത്ത് വാങ്ങിക്കൂലേ? നഷ്ടപ്പെട്ടു പോയൊരു സാധനം നമ്മൾ തിരഞ്ഞു നോക്കുമ്പോഴേ അത് കൊണ്ടുവന്ന ആള് കുട്ടിയാണെന്നോ നാട്ടുകാരനാണെന്നോ വിദേശിയാണെന്നോ നോക്കൂലല്ലോ. എന്നതുപോലെയാണ് ഇൽമ്. എന്ത് ചെയ്യണം? അതിൻ്റെ അഹ്ലുകാരാണെങ്കിൽ കേട്ടോ, അഹ്ലുകാരാണെങ്കിൽ അതിൽ എന്ത് ചെയ്യരുത്? പ്രായവ്യത്യാസങ്ങളൊന്നും നോക്കരുത്. ആരിൽ നിന്നും ഇൽമ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ.